ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുരസ്കാരങ്ങൾ എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസാണ് പഠിക്കുന്നത്. എല്ലാ എക്സാമിനും പുരസ്കാരങ്ങളിൽ നിന്ന് ഒരു ചോദ്യം ഷുവറായിട്ടുണ്ടാകും. ഏറ്റവും കുറഞ്ഞത് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ പഠിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു മാർക്കെങ്കിലും കിട്ടും. തീർച്ചയായിട്ടും അതിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പുരസ്കാരങ്ങളിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? NS മാധവൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? SK വസന്തൻ. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി K അരവിന്ദാക്ഷൻ. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് K അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് K അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ്. കവിതാ സമാഹാരമാണ്. നമുക്കൊന്നും കൂടി നോക്കാം. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തി K അരവിന്ദാക്ഷൻ. നോവൽ ഗോപ. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് കൃതി. അതൊരു കവിതാ സമാഹാരമാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അശോകൻ ചെരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അശോകൻ ചെരുവിൽ. നോവൽ കാട്ടൂർ കടവ്. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ശ്രീകുമാരൻ തമ്പി. ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലത്തിനാണ് 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പോൾ സെക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പോൾ സെക്കറിയ എന്ന് പറയുന്നത്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് M മുകുന്ദൻ. 2025 14ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2025 14ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 13ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസ്. 2024 13ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസ്. 2023 12ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുൺ. 2022 JC ഡാനിയൽ പുരസ്കാരം TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? TV ചന്ദ്രൻ. 2025 14ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 14ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 13ാമത് ഹരിവരാസനം പുരസ്കാരം PK വീരമണിദാസ്. 2023 12ാമത് ഹരിവരാസൻ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. 2023 JC ഡാനിയൽ പുരസ്കാരം ഷാജി N കരുൺ. 2022 JC ഡാനിയൽ പുരസ്കാരം TV ചന്ദ്രൻ. 2024 തകഴി സാഹിത്യ പുരസ്കാരം MK സാനു. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി MK സാനു. 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി M മുകുന്ദൻ. 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി M മുകുന്ദൻ. അപ്പോൾ 2022 തകഴി സാഹിത്യം MK സാനുവിനും 23 M മുകുന്ദനുമാണ്. 2024 ജ്ഞാനപ്പന പുരസ്കാരം ലഭിച്ച വ്യക്തി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ജ്ഞാനപ്പന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ജ്ഞാനപ്പന പുരസ്കാരം ലഭിച്ച വ്യക്തി പ്രൊഫസർ V മധുസൂദനൻ നായർ. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് MK സാനു. 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി M മുകുന്ദൻ. 2024 ജ്ഞാനപ്പന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കും 2023 പ്രൊഫസർ V മധുസൂദനൻ നായർക്കുമാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്
പ്രതിഭ റായി. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പ്രതിഭ റായി. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി സി രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സി രാധാകൃഷ്ണൻ. 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മ. 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? പ്രഭാവർമ്മ. രൗദ്ര സാത്വികം എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 12 വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായി. 2023 ONV സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണൻ. 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? പ്രഭാവർമ്മ. രൗദ്ര സാത്വികം എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 12 വർഷത്തിന് ശേഷമാണ് മലയാളത്തിൽ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ളത് ഒന്നും കൂടെ നോക്കിയിട്ട് നിർത്താം. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷൻ്റെ നോവൽ ഗോപ. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്, കവിതാ സമാഹാരമാണ്. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിൻ്റെ നോവൽ കാട്ടൂർക്കടവ്. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ആ കൃതിക്കാണ് 47ാം വയലാർ അവാർഡ് ലഭിച്ചത്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പോൾ സക്കറിയ. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. 2025 14ാമത് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2023 24 13ാമത് ഹരിവരാസനമാണെങ്കിൽ PK വീരമണിദാസ്. 2023 12ാമത് ഹരിവരാസനം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2023 JC ഡാനിയൽ പുരസ്കാരം ഷാജി N കരൂർ. 2022 JC ഡാനിയൽ ആണെങ്കിൽ TV ചന്ദ്രൻ. 2024 തകഴി സാഹിത്യ പുരസ്കാരം MK സാനുവിനാണ്. 2023 M മുകുന്ദൻ. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി പ്രൊഫസർ V മധുസൂദനൻ നായർ. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായി. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി സി രാധാകൃഷ്ണൻ. 2023 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ച വ്യക്തിയാണ് പ്രഭാവർമ്മ. പ്രഭാവർമ്മയുടെ രൗദ്ര സ്വാത്വികം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 12 വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.